നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് നിന്നും വളരെ നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഡോക്ടറെ വെട്ടി പിതാവ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവാണ് ഡോക്ടറെ വെട്ടിയിരിക്കുന്നത്. ഡോക്ടർ ആശുപത്രിയിലായിരുന്നു. ബൈസ്റ്റാൻഡേഴ്സിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഈ മരിച്ച പെൺകുട്ടിയുടെ പിതാവ് ആശുപത്രിയിലേക്ക് കൊടുവാളുമായി ഡോക്ടറെ വെട്ടിയത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിനാണ് ഇത്തരത്തിൽ അതിക്രൂരമായി വെട്ടേറ്റത്. തലയ്ക്കാണ് അദ്ദേഹത്തിന് വെട്ടേറ്റത്. ഡോക്ടറുടെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വീണ്ടും വർദ്ധിക്കുന്നു എന്ന് ഡോക്ടർ വന്ദന കൊലക്കേസൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഡോക്ടർമാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. ഡോക്ടറുടെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലയ്ക്ക് വെട്ടേറ്റ ഡോക്ടറെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുടുംബത്തിന് നീതി കിട്ടിയില്ല എന്ന് ആരോപിച്ചായിരുന്നു 9 വയസ്സുകാരിയുടെ പിതാവ് സനൂപ് ഡോക്ടറെ ആക്രമിച്ചത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. മകൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചില്ലെന്ന നിലപാടിലായിരുന്നു സനൂപ് ആയിരുന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് നാടകീയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. രോഗികൾക്ക് മുന്നിൽ വെച്ചായിരുന്നു ഡോക്ടർക്ക് വെട്ടേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. പ്രതി സനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് കുഞ്ഞിന്റെ മരണമാണ് ഈ ഒരു ഡോക്ടറെ ഉപദ്രവിക്കുക എന്ന തരത്തിലേക്ക് ഈ വ്യക്തിയെ നയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഇയാളെ പിടികൂടിയിട്ടുണ്ട്. പനി ബാധിച്ച കുട്ടിയുമായി പിതാവ് എത്തിയത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു. പിന്നീട് അവിടെ വെച്ച് കുട്ടിക്ക് അസുഖം കൂടുകയായിരുന്നു. തുടർന്ന് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. എന്നാൽ മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുൻപ് 9 വയസ്സുകാരിയായ അനയ മരിച്ചു. കുഞ്ഞിന്റെ മരണകാരണം എന്താണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല എന്നും മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല എന്നുമാണ് സനൂപും കുടുംബവും ആരോപിക്കുന്നത്. ഇതിന്റെ പകയിലാണ് ഡോക്ടറെ ആശുപത്രിയിലെത്തി ഇയാൾ ആക്രമിച്ചിരിക്കുന്നത്. ഡോക്ടറുടെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിലെ ലാബ് ജീവനക്കാരൻ പറയുന്നത്. വളരെ പെട്ടെന്നുള്ള ആക്രമണമായിരുന്നു. തന്റെ മകളെ കൊന്നവനല്ലേ എന്ന് ആക്രോശിച്ചായിരുന്നു പിതാവ് ഈ ഡോക്ടറെ ആക്രമിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടറെ വെട്ടിയത്, അതായത് എൻ്റെ മകളെ കൊന്നവൻ നീയല്ലേ എന്ന് ചോദിച്ചായിരുന്നു ഡോക്ടർ വിപിനെ ഈ സനൂപ് എന്ന് പറയുന്ന വ്യക്തി വന്ന് ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും വളരെ ക്രൂരമായ സംഭവം. തീർച്ചയായിട്ടും ഡോക്ടർ വന്ദനയുടെ കൊലപാതകം, അതിനോടനുബന്ധിച്ച് ഒരുപാട് സമരങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഡോക്ടർമാരുടെ ജീവന് സുരക്ഷയില്ല. ഡോക്ടർമാരുടെ സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ഭയമില്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ ഒരു സാഹചര്യം ഒരുക്കണം എന്ന രീതിയിലുള്ള ഒരു സമരമൊക്കെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. തീർച്ചയായിട്ടും ഈ വിഷയത്തെ അപലപിക്കുകയാണ് സംഘടനകൾ അടക്കമുള്ളവർ. ഒരു പ്രതികരണമൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് വരേണ്ടതായിട്ടുണ്ട്. മന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണമൊക്കെ വരേണ്ടതായിട്ടുണ്ട്. പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ ഇതാണ്. തീർച്ചയായിട്ടും വളരെ ക്രൂരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഡോക്ടർക്ക് ഗുരുതരമായ പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. വളരെ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.